അഭിലാഷ് ബെയിലി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മേജർ ജനറൽ മാത്യു പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ഇനിയും ആരെങ്കിലും ഏതെങ്കിലും മേഖലയിൽ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നുണ്ടോ എന്നതിന് പ്രാഥമിക പരിഗണന കൊടുത്തുകൊണ്ടായിരിക്കും തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നു. ഇനിയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ വളരെ ആശങ്ക തോന്നുന്നു അഭിലാഷ്. തീർച്ചയായും ഇനി എവിടെ നിന്നും ഇന്നലെ ഞാൻ റവന്യൂ മന്ത്രി കെ രാജനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹമാണ് സംസ്ഥാനത്തിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഇങ്ങോട്ട് വരാനായി, അതായത് റെസ്ക്യൂ കോൾ നൽകി ആരെങ്കിലും ഇരിക്കുന്നതായി വിവരമില്ല എന്നാണ്. പക്ഷേ അറിയാതെ, അതായത് എവിടേക്കും കോണ്ടാക്ട് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സ്ഥലവുമായും കണക്ടിവിറ്റി ഇല്ലാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ബാക്കി റിസോർട്ടുകളിലും വീടുകളിലും ഒക്കെ കുടുങ്ങിയിരുന്ന എല്ലാ ആളുകളെയും തിരികെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സൈന്യത്തിന്റെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഒരു ചെറിയ ഇടവേള അവരെടുത്തിരുന്നു. നമ്മളിപ്പോൾ കാണുന്ന അല്ലെങ്കിൽ കണ്ട ഒരു കാര്യം, ഈ ജോലി ചെയ്യുന്ന സൈനികർക്ക് നമ്മുടെ നാട്ടുകാർ ലഘുഭക്ഷണം, അതായത് ഏത്തപ്പഴം, ചായ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതാണ്. അവർ രാവിലെ മുതൽ പണിയിലാണ്. ഒരു ചെറിയ സമയം ഇടവേള എടുത്തു എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ആളുകൾ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ലഘുഭക്ഷണം നമ്മുടെ നാട്ടുകാർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ മിഷന്റെ ഭാഗമായ ഒരാളോട് സംസാരിച്ചിരുന്നു. 1 മണിയാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പൂർണ്ണമായും ഈ ബെയിലി പാലത്തിന്റെ പണി സമ്പൂർണ്ണമായി കഴിയാൻ 1 മണിയാകുമെന്നാണ് അദ്ദേഹം, ഈ സേനയുടെ ഭാഗമായ അദ്ദേഹത്തിന്റെ റാങ്ക് എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ കാര്യങ്ങൾ വളരെ സുഗമമാകും. ഇപ്പോൾ സൈന്യം വലിയ തോതിൽ ഇതിന് വലിയ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ മുണ്ടക്കൈയിൽ ആദ്യം പോയപ്പോൾ, മുണ്ടക്കൈയിൽ നമ്മൾ രാവിലെ എത്തുന്ന സമയത്ത് അവിടെ സാധാരണ സന്നദ്ധ സംഘടനകളുടെ രക്ഷാപ്രവർത്തകർ അവരുടെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി വന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ ഇപ്പോൾ കുറെ കൂടി കോർഡിനേറ്റഡ് ആയിട്ടുള്ള റെസ്ക്യൂ മിഷൻ അവിടെ നടക്കുന്നുണ്ട്. യന്ത്ര സാമഗ്രികളുണ്ട്. ഹിറ്റാച്ചുകൾ കൂടുതലായി അവിടേക്ക് എത്താനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതിൽ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണവും നിർണായകമാണ്. ഇപ്പോൾ ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഊർജിതമായി പുരോഗമിക്കുന്നു. ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 1 മണിയോടുകൂടി സമ്പൂർണ്ണമായി ഈ പാലം, അതായത് വലിയ ഭാരം വഹിക്കാൻ കഴിയുന്ന ഒരു പാലമാണ്. നമുക്കറിയാം, ഇന്ത്യൻ സൈന്യം മുമ്പും ഇത്തരത്തിലുള്ള പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാലത്തിന്റെ നിർമ്മാണം ഏതാണ്ട് 1 മണിയോടുകൂടി പൂർത്തിയാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം.